ബിഗ് ബോസ് മലയാളം 7-ാം സീസൺ ശക്തമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. സംഭവപരമായ രീതിയിലാണ് ബിഗ് ബോസ് ഇക്കുറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും മത്സരാർത്ഥികൾ തമ്മിൽ ഫിസിക്കൽ അഗ്രഷനും ഏറ്റുമുട്ടാനും ഒക്കെ വളരെ വൈൽഡായി തന്നെ ഇത്തവണ ഷോയെന്ന് ആരാധകർ പരാതിപ്പെടുന്നു. ഏറ്റവും പ്രധാനം എന്തെന്നാൽ ഇക്കുറി ഗെയിമിന് പലരും പ്രാധാന്യം കൊടുക്കാറില്ലാത്തതാണ്. ഇപ്പോഴിതാ ബിഗ് ബോസ് 7-ാം സീസണെക്കുറിച്ച് തൻ്റെ അഭിപ്രായം പങ്കുവെക്കുകയാണ് മുൻ വിജയി കൂടിയായ അഖിൽ മാരാർ. ഇത്തവണ ടോപ്പ് 3യിൽ എത്താൻ സാധ്യതയുള്ള ചിലരുടെ പേരുകളും അഖിൽ മാരാർ പ്രവചിച്ചു. നൂറയുടെയും ആദിലയുടെയും ഭാവിയെക്കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെടുകയും ചെയ്തു. ജിഞ്ചർ മിയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഖിൽ മാരാർ വാക്കുകൾ ഇങ്ങനെ: ഇത്തവണത്തെ സീസണിൽ ആര് ആദ്യ 5-ൽ എത്തുമെന്ന് ബിഗ് ബോസിന്റെ അണിയർ പ്രവർത്തകർക്ക് തന്നെ സംശയമാണ്. ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് പോലും അറിയില്ല. ഇങ്ങനെ മാറി മാറി ഓരോ ദിവസവും ഓരോ ആളുകൾ. പലതരത്തിലുള്ള ചർച്ചകൾ. വോട്ടിങ്ങിലും അങ്ങനെ തന്നെയാണെന്ന് നിൽക്കുന്നു. ഇതിനിടെ പി.ആർ. ടീം പിന്തുണയൊന്നും കൂടാതെ ചിലർ വോട്ടിങ്ങിൽ മുന്നിട്ട് നിൽക്കുന്നുമുണ്ട്. അനീഷിനെ പോലെ നാച്ചുറലായി മുന്നിൽ വരുന്നവരുണ്ട്. അക്ബർ ഇത്തിരി നെഗറ്റീവ് ആണെങ്കിലും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. ആതിര, നൂറ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഷാനവാസ്, അനുമോൾ എന്നിവർ നന്നായി കളിക്കുന്നുണ്ട്. ടോപ്പ് 3 ഒരിക്കലും നമുക്ക് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്തെന്ന് വെച്ചാൽ എൻ്റെ സീസണിൽ ഞാൻ ഒരിക്കലും വിഷ്ണു എവിക്റ്റായി പോകുമെന്ന് വിചാരിച്ചിട്ടില്ല. അനിയൻ മിഥുൻ ആ കഥ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഒരാളെ നാളെ കാണുന്നത് എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രേക്ഷകരാണ് അതൊക്കെ തീരുമാനിക്കുന്നത്. നിലവിലെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ അനീഷ്, ഷാനവാസ്, അക്ബർ, ആദില, നൂറ, അനുമോൾ എന്നിവർ 6 പേർ ടോപ്പ് 3യിൽ എത്താൻ സാധ്യതയുള്ളവരാണ്. ആദില വോട്ടിങ്ങിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ ടോപ്പ് 3യിൽ എത്താൻ സാധ്യതയുണ്ട്. ലക്ഷ്മിയും സാബുമോനും ഒന്നും അധികം നിൽക്കാനൊന്നും തോന്നുന്നില്ല. അഭിലാഷൊക്കെ 70 ദിവസങ്ങളിൽ വീണേക്കാം. അനീഷ് ആയാലും ഷാനവാസ് ആയാലും മോശമായി കാണിച്ചാൽ അവരപ്പോൾ പുറത്താകും. രേണുസുതി ഇറങ്ങിയപ്പോഴാണ് ആരാണെന്ന് പിന്നെ ഞാൻ അറിഞ്ഞത്. അവരൊക്കെ സംബന്ധിച്ച് അവർക്ക് അഭിമാനിക്കാം. ആതിര, നൂറയുടെ ഗെയിം പ്രോപ്പറായി കണ്ടിട്ടില്ല. ഒരു സമയം കഴിഞ്ഞ് അവർ ആക്റ്റീവായി. ഇതിനകത്തൊരു അപകടം ഉള്ളത് ആദില എവിക്റ്റ് ആവുകയും നൂറ സർവൈവ് ചെയ്താൽ ആ ഒരു സക്സസ്സായി മാറുകയും ചെയ്താൽ ആദിലയ്ക്ക് ഒരു തോന്നലുണ്ടാകും. ഈ രോഗം ഈ ഒരു ഈഗോ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ എനിക്ക് പറയാനുണ്ട്. ജിസയിൽ, ആര്യൻ വിഷയത്തിൽ അനുമോൾ അന്ന് പറഞ്ഞ കാര്യത്തിൽ ബിഗ് ബോസ് അണിയറ പുറത്താൽ 6 മണിക്കൂറും ക്യാമറ തപ്പിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ, അതിനൊരു നല്ല കണ്ടന്റ് ആണല്ലോ എന്ന് അവർ പറഞ്ഞതും.